ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നെഗറ്റീവാണ്. അപ്പോൾ അവൾ പറഞ്ഞു 1-ാം തീയതി തരാൻ പറ്റത്തില്ല, കൊടുത്തേ പറ്റും. ഞാൻ വന്ന് പറഞ്ഞു അതുല്യ എനിക്ക് മോതിരം തരണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഞാൻ അഖിലയുടെ വീട്ടിലൊന്ന് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകും, എനിക്ക് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും വേണം. അനിയത്തി എന്ത് പറഞ്ഞേക്കുന്നത് രാത്രി വരെ അവൾ ഓക്കെ ആയിരുന്നു. വന്ന പോലീസുകാർ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടിട്ട് കാര്യങ്ങൾ ചോദിച്ചു. ദുരൂഹതയുണ്ട്. യുഎയിലെ ഷാർജയിൽ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് സതീഷ് അറസ്റ്റിലായി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് സതീഷിനെ ഇമിഗ്രേഷൻ കസ്റ്റഡിയിലെടുത്ത് വലിയതുറ പോലീസിന് കൈമാറിയത്. സതീഷിനെ പിടികൂടാൻ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. സതീഷ് നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കണമെന്ന് ഇമിഗ്രേഷൻ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വലിയതുറ പോലീസ് സതീഷിനെ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറും. അതുല്യയുടെ മരണം അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നെഗറ്റീവാണ്. അപ്പോൾ അവൾ പറഞ്ഞു 1-ാം തീയതി തരാൻ പറ്റത്തില്ല, കൊടുത്തേ പറ്റും. ഞാൻ വന്ന് പറഞ്ഞു അതുല്യ എനിക്ക് മോതിരം തരണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഞാൻ അഖിലയുടെ വീട്ടിലൊന്ന് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകും, എനിക്ക് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും വേണം. അനിയത്തി എന്ത് പറഞ്ഞേക്കുന്നത് രാത്രി വരെ അവൾ ഓക്കെ ആയിരുന്നു. വന്ന പോലീസുകാർ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടിട്ട് കാര്യങ്ങൾ ചോദിച്ചു. ദുരൂഹതയുണ്ട്. കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഈ കേസാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ജൂലൈ 19-നാണ് അതുല്യയെ ഭർത്താവ് സതീഷിനൊപ്പം താമസിച്ചിരുന്ന ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ കുടുംബം നൽകിയ പരാതിയിൽ സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുക്കുകയായിരുന്നു. എന്നാൽ ഷാർജയിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് കണ്ടെത്തിയത്. മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫലം വരാനുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നെഗറ്റീവാണ്. അപ്പോൾ അവൾ പറഞ്ഞു 1-ാം തീയതി തരാൻ പറ്റത്തില്ല, കൊടുത്തേ പറ്റും. ഞാൻ വന്ന് പറഞ്ഞു അതുല്യ എനിക്ക് മോതിരം തരണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഞാൻ അഖിലയുടെ വീട്ടിലൊന്ന് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകും, എനിക്ക് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും വേണം. അനിയത്തി എന്ത് പറഞ്ഞേക്കുന്നത് രാത്രി വരെ അവൾ ഓക്കെ ആയിരുന്നു. വന്ന പോലീസുകാർ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടിട്ട് കാര്യങ്ങൾ ചോദിച്ചു. ദുരൂഹതയുണ്ട്.